ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രുതിനെയും മീരേനെയും അതുപോലെ നമ്മുടെ നവീൻ ദാസിനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി ആണെങ്കിൽ തൊട്ടടുത്ത് ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രുതി ഇതൊന്നും കാണുന്നില്ല. അങ്ങനെ നവീൻ ദാസ് ആണെങ്കിൽ നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്, ഏതായാലും അടുത്ത മാസം എനിക്ക് ഇനി 75,000 രൂപ കിട്ടിയേ പറ്റത്തുള്ളൂ. കുറെ ദിവസമായി നീ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഇനി 75,000 രൂപയല്ലാതെ നീ എൻ്റെ മുമ്പിൽ വന്നാൽ ഉറപ്പായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ ശ്രുതി പറയുക, അത് പിന്നെ ഇപ്പൊ എനിക്ക് പഴയതുപോലെ പൈസയൊന്നുമില്ല. ഇപ്പം ഞാൻ സ്വന്തം ബ്യൂട്ടി പാർലറിൽ പോലും അല്ല നിൽക്കുന്നത്. അതൊക്കെ വെറുതെയാ. ഞാൻ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയാ അത് എൻ്റെ ബ്യൂട്ടി പാർലറാന്ന് പറയുന്നത്. അതിപ്പം വേറെ മേഡത്തിന്റെ കയ്യിലാ. അതാ ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന്. പ്ലീസ് പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. ഇനി നിങ്ങൾ എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞാലേ ചിലപ്പോൾ ഞാൻ വേറെ വല്ലതും ചെയ്ത് കളയെന്ന് പറയുമ്പോൾ, അയ്യോ എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. എൻ്റെ മോളുടെ സമാധാനത്തിന് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, ശ്രുതി പറഞ്ഞിട്ടുണ്ടല്ലോ സമാധാനമാ ശ്രുതിക്ക് ഏറ്റവും വലുതെന്ന്. ആ സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ വിചാരിക്കട്ടെ. ശരിയല്ലേ മീര ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ മീര പറഞ്ഞു, താങ്കൾ പറയുന്നത് ശരിയല്ല, താങ്കൾ പറയുന്നതിലൊന്നും ശരിയുമില്ല. നീ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഉണ്ടല്ലോ വെറും അങ്ങേറ്റത്തെ വൃത്തികേടുകളാ. വൃത്തികേടോ? ഞാൻ എന്ത് വൃത്തികേടാ കാണിച്ചു കൂട്ടിയത്? ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം ഞാൻ ഇവളെയും ഇവളുടെ ശരീരത്തെയും ഒക്കെ മോഹിച്ചിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഇപ്പം ഇവളുടെ പൈസയെ മാത്രമാണ് ഞാൻ മോഹിക്കുന്നത്. അപ്പൊ അതെങ്ങനെ വൃത്തികേടാകും? എൻ്റെ ഭാര്യയെ പറഞ്ഞു വിട്ടത് ഇവളാ. എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും എൻ്റെ അടുത്ത് വരണമെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ ചെലവിനയച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവരെൻ്റെ അടുത്ത് വരത്തുള്ളൂ. അവരെൻ്റെ അടുത്ത് വന്നാല് ഞാൻ ജോലിക്ക് പൊക്കോളാം. പിന്നതേ നിന്നെ ഞാൻ ശല്യം ചെയ്യില്ല. അവര് വരുന്നത് വരെ നിന്നെ ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് ഇപ്പം ദുട്ട് മണി കാശ് അതിനാണ് പവർ. അതാണ് എനിക്കിപ്പം വേണ്ടത്. അല്ലാതെ നിന്റെ ശരീരമോ അല്ലെങ്കിൽ നിന്നെയോ ഒന്നും എനിക്ക് ആവശ്യമില്ല. കേട്ടല്ലോ? ശ്രുതിക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ അടുത്ത മാസം കറക്റ്റായിട്ട് 75,000 രൂപ തന്നെ ഈ നവീൻ ചേട്ടന്റെ കയ്യിലേക്ക് ഈ കല്യാണിക്കുട്ടി വെച്ച് തരണം. എങ്കിൽ പിന്നെ നോ പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. കളി വന്ന് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം ശ്രുതിയുടെ കയ്യിലോട്ട് പൈസ ഇല്ല താനും. കൊടുത്തില്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചെന്ന് നമ്മുടെ ചന്ദ്രയോടോ അല്ലെങ്കിൽ പിന്നെ ശ്രുതിയോടോ പറഞ്ഞ പ്രശ്നമാകും. അങ്ങനെ ഇവരവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരിയുടെ കണ്ണിൽ പെടുന്നത്. ആര്? നമ്മുടെ ശ്രുതി. ദേ ശ്രുതി, നോക്കിക്കേ, നിന്റെ ഭർത്താവിനെ പോലെ തന്നെ ഒരാള്. അല്ലല്ല, അത് നിന്റെ ഭർത്താവ് തന്നെയാ. അപ്പൊ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഏയ് അത് ശ്രുതിയല്ല. ശ്രുതി എന്തിനാ ഈ പാർക്കില്? ശ്രുതി ഇപ്പം ജോലി ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ഈ പാർക്കില് വന്നിങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ എന്താ ശ്രുതിക്ക് എന്താ വട്ടുണ്ടോ? നിന്റെ ഭർത്താവിന് വട്ടുണ്ടോ വട്ടില്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ ഇരിക്കുന്നത് നിന്റെ ഭർത്താവ് തന്നെയാ. വാ നമുക്ക് പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങുക. അപ്പോഴത്തേക്കുമാണ് ആ കൂട്ടുകാരൻ ഇവര് ശ്രദ്ധിക്കുന്നത് കാണുന്നത് കേട്ടോ, നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരൻ. അപ്പൊ ശ്രുതിയുടെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ദേ നോക്കിക്കടാ, 2 കിളുന്ത് പെണ്ണുങ്ങൾ, നല്ല സുന്ദരി മണികള് ദേ നോക്കുന്നു. നമ്മളെ തന്നെ അവര് നോക്കുന്നത്. അവരിങ്ങോട്ട് വരുന്നുണ്ടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കിയപ്പോ, ഈശ്വരാ, അത് എന്റെ ഭാര്യയും ഭാര്യയുടെ കൂട്ടുകാരിയാടാ. നിന്റെ ഭാര്യയോ? നിന്റെ ഭാര്യ എന്താടാ ഇവിടെ? എനിക്കറിയില്ലടാ, എന്റെ ഭാര്യയാടാ അത്. എടാ ഞാൻ ഇനിയിപ്പോ എന്താടാ ചെയ്യേണ്ടത്? നീ ഇപ്പൊ എന്തെങ്കിലും ചെയ്യ, ഞാൻ പതുക്കെ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാമേ. നീ എന്തെങ്കിലും പറഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്തോടാ എന്ന് പറഞ്ഞു കൂട്ടുകാരനും അങ്ങ് പോയിട്ടോ. അവനങ്ങ് മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും മീരയും അടുത്തെത്തിയപ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ. ഇതെന്താ ശ്രുതി ഇവിടെ ഇരുന്നെന്താ ശ്രുതി ഭക്ഷണം കഴിക്കുന്നത്? ഇതെന്താ ശ്രുതി ഞാൻ ഈ കാണുന്നത്? എന്താ പറ്റിയത് ശ്രുതി ഇവിടെ? അല്ല, അത് പിന്നെ ഞാനിവിടെ വന്നതേ ഒരു ക്ലയന്റിനെ കാണാനാ. ക്ലയന്റിനെ കാണാന് അതെന്തിനാ ഈ പാർക്കിലേക്ക് വരുന്നത്? സാധാരണ ഈ ക്ലയൻസ് ഒക്കെ വരുന്നത് ഓഫീസിലേക്കല്ലേ. അത് പിന്നെ ക്ലയന്റ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാ. എന്താ ശ്രുതി പറയുന്നത്? അതെ ശ്രുതി, ഒരു ഇച്ചിരി പണമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങേര് വിളിക്കുന്ന സ്ഥലത്ത് പോയില്ലെങ്കിൽ ചിലപ്പം കച്ചവടം നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ. ഒരു കച്ചവടം കിട്ടുകയാണെങ്കിൽ എനിക്ക്
കമ്മീഷൻ ഉണ്ടേ, ഇവരുടെ കയ്യിൽ നിന്നും കമ്മീഷൻ കിട്ടും, അങ്ങ് ഓഫീസിൽ നിന്നും കമ്മീഷൻ കിട്ടും. ഓഫീസിൽ വെച്ച് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ മേടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീൽ അങ്ങ് ഉറപ്പിച്ച് എനിക്ക് കമ്മീഷനും കിട്ടും. നമുക്ക് പൈസയല്ലേ, മണിയല്ലേ, ദുട്ടല്ലേ വലുത് അല്ലേ ശ്രുതി എന്ന് ചോദിച്ചപ്പം ശ്രുതി പറഞ്ഞു, ആ ആ ആ ശരിയാ കമ്മീഷൻ കിട്ടൂലേ? ആ കമ്മീഷൻ കിട്ടും. അല്ല, ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ അതൊക്കെ വെറും ചീപ്പ്. ഇത് വെറും ചീപ്പൊന്നും അല്ല. അയാളെ ഫുഡ് പ്രിയൻ എന്ന് വെച്ചാൽ ഭയങ്കര ഫുഡ് പ്രിയൻ. പിന്നെ കുറച്ച് അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടേ, അതുകൊണ്ട് കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പം അയാൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു ഒരു കമ്പനി തരുമെന്ന്. പിന്നെ അയാൾ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ കൈയിട്ട് വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, ഞാൻ അതിവിടെ വെച്ചങ്ങ് കഴിച്ചു. അയാളുടെ കൂടെ കൂടി ഇങ്ങനെ ഇന്ന് കഴിക്കുമ്പോഴത്തേക്കും അയാൾക്ക് നമ്മളോടൊരു പ്രിയം തോന്നുവേ. അപ്പം ഓഫീസിൽ ചെന്ന് നമ്മളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുവേ. അതല്ലേ ശ്രുതി നല്ലത്? നമ്മൾ ജോലിയിൽ ആത്മാർത്ഥത പുലർത്തണം. അതിപ്പം എത്ര വലിയവനാണെങ്കിലും അയാളുടെ മുമ്പിൽ ഒന്ന് കുനിയുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? പൈസ അതല്ലേ നമുക്ക് വലുത് ശ്രുതി എന്ന് പറഞ്ഞപ്പം ആ ആ ആ അതെ 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 ആ ഏതായാലും ബിസിനസ് മൈൻഡ് അത് നന്നായിട്ട് ശ്രുതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി ഏതായാലും ശ്രുതി എന്തിട്ടാലും അവിടെ വിജയിക്കും ശ്രുതി, അത് ഉറപ്പാന്ന് പറഞ്ഞപ്പം അല്ല ശ്രുതി നീ എന്താ ഈ പാർക്കില്? നീ രാവിലെ ബ്യൂട്ടി പാർലറിൽ പോവാന്ന് പറഞ്ഞോണ്ടല്ലേ ഇറങ്ങിയത്. അപ്പൊ പെട്ടെന്ന് മീര പറഞ്ഞു, അത് പിന്നെ എന്നെ ഒരു ചെക്കൻ ഇവിടെ കാണാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനാ ഇവളെ വിളിച്ചു വരുത്തിയത്. ചെക്കനോ? ആ വീട്ടുകാരൊക്കെ കൂടി എന്നെ അങ്ങോട്ട് കൂട്ടാൻ അങ്ങ് തീരുമാനിച്ചതേ. ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ മീര കല്യാണം കഴിക്കാൻ പോവാ? ആ കല്യാണം കഴിക്കാൻ പോവാണോന്നൊക്കെ ചോദിച്ചാല് പയ്യൻ തരക്കേടില്ല. അല്ല എന്നിട്ട് പയ്യൻ എന്തിയെ? പയ്യൻ ഇപ്പൊ സംസാരിച്ചിട്ട് അങ്ങ് പോയതേ ഉള്ളൂ. മിസ്സായി പോയല്ലോ. എനിക്കാണെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അയാളെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എന്നെ ഒന്ന് കാണിക്കുമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനല്ലോ എങ്ങനെയാണ് സ്വഭാവം, എങ്ങനെയുള്ളവനാണെന്നൊക്കെ. അയ്യോ അത് പിന്നെ അയാൾ പോയല്ലോ സുധി. അത് പിന്നെ സാരമില്ല. ഇനി എന്തെങ്കിലും എന്നെ കാണുമ്പോൾ കാണിച്ചു തന്നാൽ മതി. അല്ല എന്നെ പോലെ സ്മാർട്ടാണോ ആള്? എന്നെ പോലെ 3 ഡിഗ്രി അതൊക്കെ ഉണ്ടോ ആളിന്? ഓ സുധിയുടെ അത്രയും സ്മാർട്ടൊന്നും അല്ല സുധി. സുധിയുടെ അത്രയും ഡിഗ്രിയോ ഒന്നും ഇല്ല. കുറച്ച് എഡ്യൂക്കേഷനൊക്കെ കുറവാ, എങ്കിലും സാരമില്ല എന്ന് പറഞ്ഞപ്പം അതുപോലെയുള്ള ആൾക്കാരെ കിട്ടാനേ ഇച്ചിരി പാടാ. ഇപ്പൊ ശ്രുതിക്ക് എന്നെ കിട്ടിയതുപോലെ അങ്ങനെ അപൂർവം ചിലരെയൊക്കെ അങ്ങനെ കിട്ടത്തുള്ളൂ, ചിലർക്കൊക്കെ അങ്ങനെ കിട്ടത്തുള്ളൂ. സാരമില്ല. മീരയ്ക്ക് ഏതായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോക. അല്ല ശ്രുതി, എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം, ഞാൻ നിന്നെ കൊണ്ടാക്കാം. അല്ല അപ്പം ഓഫീസിലേക്ക് പോണ്ടേ ശ്രുതിക്ക്? ഓഫീസിലേക്ക് പോണമല്ലോ അല്ലേ? പോണം ഓഫീസിലേക്ക് പോണം. എങ്കിൽ പിന്നെ ഓഫീസിലേക്ക് പൊക്കോ, ഞാൻ ഓട്ടോ വിളിച്ചു പൊക്കോളാം. ആയിക്കോട്ടെ എങ്കിൽ പിന്നെ നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ മീര ഓക്കെ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ തടി തപ്പി രക്ഷപ്പെട്ടു നമ്മുടെ ശ്രുതി അങ്ങ് പോയി കേട്ടോ. രണ്ടുപേരും ഊടായിപ്പിറ്റ് അങ്ങേറ്റത്തെ ആശാന്മാരാ, ചക്കിക്കൊത്ത ചങ്കരൻ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയാണ്. ചന്ദ്ര എങ്ങനെ നമ്മുടെ രവീന്ദ്രനെ മയക്കാം, എങ്ങനെ രവീന്ദ്രന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി ഫുഡ് എടുക്കുക, എന്നാ ഫുഡ് കഴിക്കാന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ രേവതി ഫുഡൊക്കെ വിളമ്പാണ്. അപ്പൊ പറഞ്ഞു, എന്ത് ചന്ദ്രനെ കണ്ടില്ലല്ലോ, അവളെയും കൂടെ പോയി വിളിച്ചിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ രേവതി നേരെ ചന്ദ്രയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ചന്ദ്രയുടെ റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും എന്താ ചന്ദ്ര എവിടെ പിണങ്ങി കിടക്കുകയല്ലേ. അപ്പൊ ചന്ദ്രയോട് പറഞ്ഞു, അമ്മേ ഒരു കാര്യം ചെയ്യമ്മേ, ബാ നമുക്ക് ഫുഡ് കഴിക്കാം. അച്ഛനവിടെ ഇരുന്നു, ബാ അമ്മയും കൂടെ വാ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട, എനിക്കൊന്ന് സ്വൈര്യം തരുമോ, ഇവിടെ നീ ഒന്ന് മാറിപ്പോവോ? അയ്യോ അമ്മേ സമയം ഇത്ര ആയില്ലേ, ഇനി ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഫുഡ് നല്ലൊരു തുള്ളി വെള്ളം പോലും എനിക്ക് വേണ്ട. എന്റെ ശ്രീകാന്ത് ഈ വീട്ടിൽ വരാതെ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല, ഞാൻ ഒന്നും കഴിക്കില്ല, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ. എല്ലാവരും കൂടെ എന്നെ വട്ടുപിടിപ്പിക്കല്ലേ. എന്റെ ഇളയ മോനായിരുന്നു, നിനക്കറിയാമോ, അവന് ഞാൻ കൊഞ്ചിച്ച് കൊതി പോലും തീർന്നില്ല. അതുപോലെ അവൻ ഈ കൈവെള്ള കൊണ്ട് നടന്നത് ഇളയതായതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഒരുപാട് കൊഞ്ചിച്ചു. എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചത്? എല്ലാവരും കൂടെ എന്നെ ഇട്ട് വട്ട് കളിപ്പിക്കല്ലേ. എന്റെ മോനെ ഈ വീട്ടിലേക്ക് കയറ്റില്ലല്ലോ. രവിയേട്ടന് ഒരു വാശി, അതുപോലെ സച്ചിക്ക് വേറൊരു വാശി. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് ഞാനല്ലേ സങ്കടപ്പെടുന്നത്. എനിക്ക് അറിയത്തുള്ളൂ എന്റെ കുഞ്ഞില്ലാത്തതിന്റെ വിഷമം എന്താണെന്ന്. എന്റെ പൊന്നമ്മേ, അമ്മ സമാധാനായിട്ടിരിക്കുക. ഞാനും പറഞ്ഞതല്ലേ അച്ഛനോട് ആവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞതാ.
ശ്രീകാന്തിനെയും വർഷനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാന്. അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? നീ ഒരു അക്ഷരം മിണ്ടിപ്പോല്, നീ ഒരു അക്ഷരം മിണ്ടരുത്. നീ കാരണമാടി ഇതൊക്കെ സംഭവിച്ചത്, നീ ഒറ്റ ഒരുത്തി കാരണമാടി. എടി നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോടി ആ കല്യാണം നടത്തി കൊടുക്കേണ്ടത്? നീ അല്ലേടി പോയി സാക്ഷിയായിട്ട് ചെന്ന് ഒപ്പിട്ടത്? അതുകൊണ്ടല്ലേ എന്റെ മോനെ ഇപ്പൊ അയാൾ വീട്ടിൽ കയറ്റാത്തത്. എനിക്കറിയാം, അത് തന്നെ. എനിക്ക് പറ്റില്ല, എനിക്ക് ഒന്നും വേണ്ട, ഒന്നും ഞാൻ കഴിക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ കഴിക്കുക, മൂക്കറ്റം കയറ്റി കഴിക്കുക, എനിക്ക് വേണ്ട, എന്റെ കുഞ്ഞു വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല എന്നും പറഞ്ഞ് അവിടെ കടന്ന് അങ്ങോട്ട് പിടിവാശി. നമ്മുടെ രേവതി എന്ത് ചെയ്തു? നേരെ രവീന്ദ്രന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ അച്ഛാ, പ്രശ്നം കുറച്ച് വഷളാണല്ലോ. എന്തു പറ്റു മോളെ? അല്ല, അമ്മ ഭക്ഷണം വേണ്ടാന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. അമ്മ ഇനി ഒന്നും കഴിക്കില്ലെന്ന്, വെള്ളം പോലും വേണ്ടെന്ന്, ശ്രീകാന്തിനെ കൊണ്ടുവരാതെ ഒന്നും കഴിക്കില്ലെന്നാ പറഞ്ഞത്. ഓഹോ, അപ്പം അവള് വാശി തുടങ്ങിയില്ലേ? ഇനിയിപ്പൊ എന്താ ചെയ്യുക? എന്താ രേവതി ഞാൻ ചെയ്യുക? എനിക്കാണെങ്കിലൊട്ട് മനസ്സിനൊരു സുഖമില്ല. അതുമല്ല, എന്നെ എത്രമാത്രം അപമാനിച്ച ആളാണെന്ന് അറിയാലോ അവൻ, ആ വർഷയുടെ അച്ഛൻ. അപ്പൊ പിന്നെ ഞാന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചു വരുന്നത്. സച്ചു വന്നിട്ട്, അച്ഛാ വീഴരുത്, ഒരിക്കലും അച്ഛൻ വീഴരുത്, ഇതിൽ അച്ഛൻ വീഴരുത്. എനിക്കറിയാം, അച്ഛന്റെ മാസ്റ്റർ പീസിൽ കയറി പിടിക്കാൻ അമ്മ മിടിക്കുക. ഈ ഭക്ഷണം കഴിക്കാതിരുന്ന അച്ഛന് ഇഷ്ടാവില്ല എന്നും, ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അച്ഛന് സങ്കടമാവുന്നു നന്നായിട്ട് എൻ്റെ അമ്മയ്ക്ക് അറിയാം. അതും കൊണ്ടാണ് അമ്മ അവിടെ കയറി പിടിച്ചിരിക്കുന്നത്. ഒരിക്കലും എൻ്റെ അച്ഛൻ വീഴരുത്, അച്ഛാ വീഴാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ രേവതി പറഞ്ഞു, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ മിണ്ടാതിരിക്കാനേ എനിക്കപ്പം മനസ്സിലടി. അടവേ, ഒന്നാന്തരം നല്ല അടവ്. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങ് വന്നിട്ട്, അടവാടാ, എന്റെ അടവാടാ, നിനക്കറിയില്ലടാ വിഷമം, നിനക്ക് വിഷമം അറിയത്തില്ല. കാരണമേ നീ ഒരു അച്ഛനോ അമ്മയോ ആകണം നിനക്ക് വിഷമം അറിയണമെങ്കിൽ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അച്ഛ ഒരു കാര്യം ചെയ്യച്ച, എന്തിനാ അച്ഛ ഈ വാശിയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്? നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിച്ച് തീർക്കേണ്ടതാണോ ജീവിതം? ശ്രീകാന്തിന് ഇങ്ങോട്ടേക്ക് വരാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അവൻ അച്ഛനെയും അമ്മേനെയും ഏട്ടനെയും ഏടത്തിമാരെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മളായിട്ട് എന്തിനാ അവനെ മാറ്റി നിർത്തുന്നത്? അത് ശരിയാവില്ല. പിന്നെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ചന്ദ്രേ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. എന്ത് കാര്യം? അവനെ കൊണ്ടുവരാനാണോ? അവനെ കൊണ്ടുവരാം, പക്ഷെ കുറച്ച് ഡിമാൻഡൊക്കെ വേണം. ഞാൻ കുറച്ച് ഡിമാൻഡ് വെക്കാന്ന് പറഞ്ഞപ്പം, എന്ത് ഡിമാൻഡ്? അപ്പൊ നമ്മുടെ അച്ഛന് ഡിമാൻഡ്. എന്ത് ഡിമാൻഡ് അച്ഛാ? അത് പിന്നെ വേറൊന്നുമല്ല, അവന്റെ ഭാര്യ വർഷയില്ലേ, അവളുടെ അച്ഛനും അമ്മയും അവരിവിടെ കൊണ്ടുവിടുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, സ്വീകരിക്കാം. ഞാൻ രണ്ടുപേരെ ഇവിടെ കയറ്റി താമസിപ്പിക്കാം. അങ്ങനെയാണെ ഓക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. എനിക്കറിയാം, അത് ഈ ജന്മത്തിൽ നടക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, സൂപ്പർ തീരുമാനം അച്ഛാ, സൂപ്പർ തീരുമാനം. ഈ ഡിമാൻഡ് എനിക്ക് അങ്ങ് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അച്ഛാ അങ്ങനെ പറയരുത് അച്ഛാ, ഒരിക്കലും അവരാ ഇവിടെ വിടില്ലെന്ന് അച്ഛനെ അറിയാലോ. നമ്മൾ അവരെന്തിനാ നോക്കുന്നത്? അവരെത്രയോ കൊള്ളരുതാത്തവരായിക്കോട്ടെ, പക്ഷെ വർഷ അങ്ങനെയല്ല. വർഷ എത്ര നല്ലവളാണെന്ന് എനിക്കറിയാം. കാരണം അന്ന് സച്ചേട്ടനെ പോലീസ് സ്റ്റേഷനിൽ കിടന്നപ്പോ ആ കുട്ടിയാ സച്ചേട്ടനെ ഇറക്കിയത്. അറിയാമോ അച്ഛന്? ആ കുട്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതും നല്ല മനസ്സുള്ളൊരു കുട്ടിയാ. ആ അച്ഛന്റെ അമ്മയുടെ അഹങ്കാരമൊന്നും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. ഏതായാലും ഒരു പരിധി വരെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രന് എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പിന്നെ എല്ലാവരും ആ ഒരു തീരുമാനം പറയട്ടെ എന്ന് ഓർത്ത് ഇങ്ങനെ രവീന്ദ്രൻ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയൊക്കെ വന്നു കേട്ടോ. അപ്പം ശ്രുതി പറയാണ്, അത് പിന്നെ എനിക്കും സമ്മതമാ, വർഷനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനും ശ്രീകാന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനും. ഒരമ്മയും ഒരു കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഒരു അമ്മയ്ക്ക് ആ കുഞ്ഞുമായിട്ട് മാറി നിൽക്കുമ്പോഴുണ്ടാകുന്ന വേദന എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രസംഗം. അപ്പൊ സച്ചു ചോദിച്ചു, അതെങ്ങനെ നിനക്ക് നന്നായിട്ട് അറിയാം? അല്ല, നീ പറയുന്നത് അങ്ങോട്ട് മാച്ചാകുന്നില്ലല്ലോ, ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം. അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ എനിക്ക് എൻ്റെ അമ്മയില്ലല്ലോ, എനിക്ക് അമ്മയില്ലാത്തതിന്റെ വേദന എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണോ നീ അങ്ങനെ പറഞ്ഞത്? അതെ, ഞാൻ അതുകൊണ്ടല്ലാതെ പിന്നെ വേറെ എന്തിനാ ഞാൻ പറയണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എന്താ സച്ചി ഇത്? നീ എന്തിനാ ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ സംസാരിക്കുന്നത്? അവളുടെ പ്രശ്നമല്ലേ പറഞ്ഞത്. എന്റെ പൊന്നു രവിയേട്ട, അവനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊണ്ടുപോവാ, അല്ലാതെ ഞാൻ ഇവിടെ ഒന്നും കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. നമ്മുടെ സച്ചി ആണെങ്കിൽ റൂമിലേക്കും പോയി, രേവതി റൂമിലേക്ക് പോയിട്ടോ. അങ്ങനെ റൂമിലേക്ക് ചെന്ന് നമ്മുടെ രേവതി കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സച്ചിയോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ആകരുത്, നിങ്ങൾ ഇങ്ങനെ ആകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ സച്ചി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ സച്ചി പറയുന്നത്, അതെ നീ ഒരു കാര്യം ചെയ്യ, എനിക്ക് നല്ല ശരീരവേദനയുണ്ട്, ഒന്ന് നന്നായിട്ടൊന്ന്
ഉഴിഞ്ഞ് തിരുമണം എന്ന് പറഞ്ഞപ്പോ തിരുമണോ തിരുമണോ ഇപ്പോഴെങ്കിൽ ഇപ്പൊ നന്നായിട്ട് പുറമൊന്ന് തിരുമണം. ദേ എനിക്ക് തിരുമാൻ നന്നായിട്ട് അറിയാം, ഞാൻ നന്നായിട്ട് ചവിട്ടി തിരും. ചവിട്ടി തിരുമാനോ? ചവിട്ടി തിരുമൊന്നും വേണ്ട. അല്ല സച്ചേട്ടാ, ചവിട്ടി തിരുമിയാലോ ശരീരത്തിലെ വേദന പെട്ടെന്ന് പോകും. എൻ്റെ കയ്യിൽ കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട്. സച്ചേട്ടൻ അങ്ങ് കിടക്കാൻ പറഞ്ഞു. സച്ചി അങ്ങ് കിടന്നതും നമ്മുടെ രേവതി സച്ചിയുടെ പള്ളിപ്പുറമാക്കുകയാണ് കേട്ടോ. ഉള്ള വാശി മുഴുവൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയുടെ പുറത്ത് തീർക്കുകയാണ്. ചാവുട്ടി പാദം വരുത്തുന്നു. സച്ചി അവിടെ കിടന്ന് കാറുന്നു. നമ്മുടെ ചന്ദ്ര പതുക്കെ ഇവിടെ എന്നാ സംഭവം അറിയത്തില്ല. വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി നിന്ന് സച്ചിയുടെ പുറത്ത് കയറി താണ്ഡവ നടനമാടുകയാണ്. നമ്മുടെ ചന്ദ്ര കണ്ടതും എന്നാടി നീ കാണിക്കുന്നത്, നീ എന്നാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങ് വിളിച്ചതും എന്ത് ചെയ്തു, നമ്മുടെ രേവതി അങ്ങോട്ട് ചെന്ന് പതക്കോന്നും പറഞ്ഞ് കട്ടിലേക്ക് അങ്ങ് വീണു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി നോക്കിയപ്പോഴത്തേക്കും ചന്ദ്രൻ നിൽക്കുക. സച്ചി പെട്ടെന്ന് അങ്ങ് എണീറ്റിട്ട് എന്താ അമ്മയ്ക്കെന്ന് ചോദിച്ചപ്പം ഇവിടെ എന്താ ഈ കാണിക്കുന്നത്, നിന്റെ പുറത്ത് കീർക്കടത്ത് ഇവള് ചവിട്ടി തൊഴിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പം അത് പിന്നെ അമ്മയ്ക്ക് എന്താ വേണ്ടത്, ഞാനേ പുറത്ത് ഭയങ്കര വേദനയാ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത്, പുറത്ത് വേദന എടുക്കാൻ മാത്രം നീ എന്താടാ ചെയ്തത്, ചെയ്തതൊക്കെ പറയാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ പറയാണ് കേട്ടോ. ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷം നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും കഥയുമാണ്. അതുമായിട്ട് പെട്ടെന്ന് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.